ഹായ്, നമസ്കാരം. എല്ലാവർക്കും വോയിസ് ഓഫ് റോസിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു വ്യക്തി ഹൗസിംഗ് ലോൺ എടുത്തതിന് ശേഷം മരണപ്പെട്ടാൽ ആ കുടുംബം കടബാധ്യതയിലാണ്. അങ്ങനെ കടബാധ്യതയിലായ കുടുംബത്തെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാമോ എന്ന് ചോദിച്ചുകൊണ്ട് എനിക്ക് കിട്ടിയ ഒരു മെയിലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യാൻ ഞാൻ തീരുമാനിക്കുന്നത്. ആ മെയില് കണ്ടപ്പോൾ തന്നെ ഞാനുൾപ്പെടെയുള്ള 90% വരുന്ന മലയാളികളും ഇന്ത്യക്കാരും ഒക്കെ താമസ സൗകര്യത്തിന് വേണ്ടി, പ്രത്യേകിച്ച് കേരളീയർ, ഹോം ലോൺ എടുത്തിട്ടായിരിക്കും വീടുണ്ടാക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്ത് അവരുടെ വരുമാന മാർഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിദേശത്ത് നിന്നുകൊണ്ടൊരു ഹോം ലോണൊക്കെ ചെയ്ത് നാട്ടിലൊരു വീടുണ്ടാക്കുക എന്നുള്ള അതിയായ ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്യുന്ന വീടാണ്. ആ വീട് പൂർത്തിയാക്കി താമസം ആവുന്നതിന് മുമ്പ് തന്നെ ലോൺ എടുത്ത ആൾ മരണപ്പെട്ടാൽ ആ കുടുംബത്തിനുണ്ടാവുന്ന വിഷമം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. ആ വിഷമത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്ന ഒരു മെയിലിൻ്റെ നിയമവശങ്ങളും എങ്ങനെ അവരെ സഹായിക്കാം എന്നുള്ള കാര്യങ്ങളെ പറ്റിയാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. വളരെ വിഷമത്തോടെയാണെങ്കിലും ആ മെയിൽ വായിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുകയാണ്. ആ വീഡിയോ നിങ്ങൾക്കൊക്കെ ഉപകാരപ്രദമാവും. വീഡിയോ മൊത്തമായി കാണണം. ഇത്തരത്തിലുള്ള ആൾക്കാരിലേക്ക് അത് കൂടുതലായി എത്തിക്കണം. നമ്മൾ നവമാധ്യമങ്ങളിലൂടെ ആയാലും പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ ആയാലും ഒരു ദിവസം നേരം പുലർന്ന് അസ്തമിക്കുന്നതിനിടയ്ക്ക് ഇത്തരത്തിലുള്ള വാർത്തകൾ കാണാതെ പോകുന്ന ഒരു മലയാളിയും ഒരു ഇന്ത്യക്കാരനും ഇന്ത്യയിലുണ്ടാവില്ല എന്നുള്ള സത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുകയാണ്. ഈ വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും എത്തിച്ച് അവരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനുള്ള സാഹചര്യത്തിലേക്ക് നിങ്ങളും ഒരു വഴിത്തിരിവാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ മുഴുവൻ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കാനുള്ള ഒരു സഹായം കൂടെ ചെയ്യണം എന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. ഹോം ലോൺ എടുത്ത ബോറോവർ മരിച്ചാൽ ഭാര്യയും കുട്ടികളും വലിയൊരു കടത്തിൻ്റെ ഭാരം ഏറ്റെടുക്കേണ്ടി വരും. അത്തരത്തിൽ ബാങ്ക് പലപ്പോഴും ജപ്തി നടപടികൾ ആരംഭിക്കുകയും ചെയ്യും. പക്ഷേ കുടുംബം അറിഞ്ഞിരിക്കേണ്ട ചില നിയമപരമായ പ്രായോഗികമായ കുറച്ച് വിഷയങ്ങളും വഴികളും ഉണ്ട്. ആ വഴികളിലേക്കാണ് ആദ്യം പോകുന്നത്. ഈ ലോൺ എടുക്കുന്ന സമയത്ത് നമ്മൾ ഇൻഷുറൻസ് കവറേജ് എടുത്തിട്ടുണ്ടോ എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യുക. നമ്മുടെ ജപ്തി നടപടികൾ സ്വീകരിക്കുന്നതിന് വരുന്ന സമയത്തായിരിക്കും നമ്മൾ ഇതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുക. ദുഃഖത്തിൽ ആണ്ട് നിൽക്കുന്ന ഒരു കുടുംബത്തിൻ്റെ മുമ്പിലേക്ക് വീണ്ടും ഒരു ദുഃഖം മറ്റൊരു തരത്തിലേക്ക് വരുന്നതാണ് ഈ ജപ്തി നടപടി എന്ന് പറയുന്നത്. ഇത്തരം ജപ്തി നടപടികളുടെ പേരിൽ കുടുംബത്തിൽ ഒന്നടങ്കം ആൾക്കാർ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന വിഷയങ്ങളുണ്ട്. അപ്പം ഹോം ലോൺ എടുക്കുന്ന സമയത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. ആ ഇൻഷുറൻസ് ബോറോവർ മരിച്ചാൽ കവറേജ് ഉള്ളത് ആ ലോൺ തീർപ്പാക്കാനും ഉപയോഗിക്കാം എന്നുള്ളതാണ് ഒന്നാമത്തെ നിയമം. രണ്ടാമത്, നമ്മൾ ഈ ബാങ്കിനെ സമീപിച്ച് നമുക്കിതിന് വേണ്ടിയിട്ടൊരു അപേക്ഷ കൊടുക്കാം. എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ ഭാര്യ മരണപ്പെട്ട് നിൽക്കുകയാണ്, ഈ ലോൺ കാലാവധി കുറച്ച് നീട്ടിത്തരുന്നതിന് വേണ്ടിയിട്ടോ EMI കുറച്ച് മൊറട്ടോറിയം പീരീഡ് പോലെ കണ്ട് ഇതിന് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് അതായത് ഹോം ലോൺ എടുത്ത ബാങ്കിലെ മാനേജറെ കണ്ടൊരു അപേക്ഷ കൊടുക്കാമെന്നാണ്. മാനേജർക്ക് ഇതിനകത്തൊരു തീരുമാനം എടുക്കാൻ പറ്റും മൊറട്ടോറിയം ടൈപ്പിൽ ഈ ലോണിനെ ട്രീറ്റ് ചെയ്യാനായിട്ട്. കുറച്ച് കാലാവധി നീട്ടി കൊടുക്കാം, അല്ലെങ്കിൽ EMI കൗണ്ട് ഓഫ് EMI കൂട്ടി കൊടുക്കാം ബുദ്ധിമുട്ടാവുന്നവർക്ക്. അവർക്ക് അതിനുള്ള സോഴ്സ് ഓഫ് കാര്യങ്ങളും ജോലികളും ഒക്കെ ആർക്കെങ്കിലും ഒരാൾക്കുണ്ടെങ്കിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുക. ഇനി അതും അല്ലെങ്കിൽ വൺ ടൈം സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ, ലോൺ കുടിച്ച് കൂടുതലായി ബാങ്ക് ജപ്തി നടപടിയിലേക്ക് പോയാൽ വൺ ടൈം സെറ്റിൽമെൻറ്റ് OTS സ്കീം വഴി രക്ഷപ്പെടാൻ കഴിയും. OTSൽ ബാങ്ക് പലിശയും പിഴയും കുറച്ച് പ്രിൻസിപ്പൽ എമൗണ്ട് മാത്രം വാങ്ങി കേസ് തീർപ്പാക്കാൻ സാധിക്കും. OTS എന്ന് പറഞ്ഞാൽ പിഴ പലിശയൊന്നും ഉണ്ടാവില്ല. ആ പ്രിൻസിപ്പൽ എമൗണ്ട് മാത്രം
അടച്ചുകൊണ്ട് നമുക്കത് ഇതിലും നമുക്ക് ആ കാര്യങ്ങളൊന്നും സാധിക്കുന്നില്ലെങ്കിൽ ബാങ്ക് സർഫസി ആക്ട് പ്രകാരം വീട് ജപ്തി ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി DLSAയെ സമീപിക്കാം. ലോകത്തിൽ കേസ് ഫയൽ ചെയ്ത് ലീഗലായും പോവാം. അതിൽ എന്താ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് കുറഞ്ഞ തുകയിൽ അഡ്വക്കേറ്റിന് അതല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യം നമുക്കില്ലെങ്കിൽ സൗജന്യ നിയമസഹായവും അതുവഴി നമുക്ക് ലഭ്യമാക്കും അവർ. ഇനി ആ കുടുംബത്തിൻ്റെ സാമൂഹിക സർക്കാർ സഹായങ്ങൾ വാങ്ങിക്കൊടുത്ത് അവരുടെ ജീവിതത്തിൽ ബാക്കിയുള്ളവർക്ക് എങ്ങനെയെങ്കിലും ജീവിക്കാനുള്ള ഒരു സഹായം ചെയ്തു കൊടുക്കാൻ എന്ത് ചെയ്യാം എന്നുള്ളതിന് കേരള പ്രവാസിയാണെങ്കിൽ കേരള പ്രവാസി വെൽഫെയർ ബോർഡിനെ സമീപിച്ചാൽ ആ കുടുംബത്തിന് ബാക്കിയുള്ള സമയങ്ങളിലേക്ക് ജീവിക്കാനുള്ള ഒരു ചെറിയ വരുമാനവും പെൻഷനും അതൊക്കെ കിട്ടുന്ന രീതിയിൽ അതിന് വേണ്ടുന്നത് പ്രവാസി ആയിരിക്കുമ്പോൾ തന്നെ പ്രവാസി വെൽഫെയർ ബോർഡിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് അതിനൊരു ചെറിയ സഹായങ്ങൾ കിട്ടുന്നതാണ്. ഇനി ഇതൊന്നും അല്ലെങ്കിൽ CMDRF നമ്മളെല്ലാവരും കളിയാക്കുന്ന പോലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് ഇവർക്ക് ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ചെറിയ ധനസഹായം കൊടുക്കും. ഇതൊന്നുമല്ലാതെ നമ്മുടെ നാട്ടിലെ മതസ്ഥാപനങ്ങൾ, പ്രാദേശിക സ്ഥാപനങ്ങൾ, വലിയ വലിയ മുതലാളിമാർ, സന്നദ്ധ സംഘടനകൾ, സന്നദ്ധ പ്രവർത്തകർ, സാമൂഹിക പ്രതിബദ്ധതയുള്ള ഓരോ മനുഷ്യരും ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ചെയ്യുന്നതായിട്ട് നമുക്കിപ്പം വരുന്ന ഈ ഒരു വർഷത്തിനിടയ്ക്ക് 2 കേസുകളിൽ നമ്മൾ കണ്ടതാണ്. ജയിലിൽ വിദേശത്ത് കഴിയുന്ന ആൾക്കാർക്ക് വേണ്ടി എത്ര രൂപയാണ് നമ്മൾ മലയാളികൾ പിരിച്ച് അടച്ചു കൊടുത്തത്. അത്തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുന്ന രീതിയിൽ എല്ലാവരിലേക്ക് അറിയിച്ചാൽ അത്തരം ആൾക്കാരിൽ നിന്നും ഈ സഹായം അവരുടെ കുടുംബത്തിന് കിട്ടും. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ബാങ്കിൻ്റെ ജപ്തി ഒഴിവാക്കാനുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ഇത്തരത്തിലുള്ള ജപ്തികൾ വന്ന് കണ്ട് പേടിച്ച് മറ്റൊരു തരത്തിലുള്ള അനാവശ്യ ചിന്തകളൊന്നും മനസ്സിൽ പോയിട്ട് വേറൊന്നും ചെയ്യാതിരിക്കുക. നാട്ടിൽ ഒരുപാട് നിയമങ്ങളുണ്ട്. നാട്ടിൽ നിങ്ങളെ സഹായിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. സഹായ മനസ്സുള്ള ഒരു മലയാളി സമൂഹമാണ് നമ്മുടെ. ചേർത്ത് പിടിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പം മറ്റൊരു തരത്തിലേക്ക് നിങ്ങൾ ഒരിക്കലും ആശങ്കപ്പെടുകയോ വ്യാകുലതപ്പെടുകയോ മനസ്സിൻ്റെ ധൈര്യം നഷ്ടപ്പെടുത്തി മറ്റൊന്ന് ചിന്തിച്ചുകൊണ്ടൊന്നും പോവാതിരിക്കുക. നിങ്ങളെ വീടുകളിൽ നിന്ന് ഇറക്കി വിടില്ല. കേരള ഗവൺമെൻറ്റിൻ്റെ ആയാലും മറ്റുള്ള സന്നദ്ധ സംഘടനകളായാലും നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് സഹായിക്കും. ആദ്യം നിങ്ങൾ ബാങ്കുമായി ബന്ധപ്പെടുക. ബാങ്കിൽ പോയിട്ട് ഈ ലോണിൽ ഇൻഷുറൻസ് ഉണ്ടോ എന്നുള്ള കാര്യത്തെപ്പറ്റി അന്വേഷിക്കുക. ഇത്തരം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ മുകളിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് ഈ വീഡിയോയിൽ. ആ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് പരിശോധിക്കുക. ആ പരിശോധനയിൽ നിങ്ങൾക്ക് ശരിയായ ഒരു മാർഗം നിങ്ങളുടെ ഫ്രണ്ടിൽ തെളിയും എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. അതിലും നിങ്ങൾക്കൊന്നും തിരഞ്ഞെടുക്കും. മലയാളി സമൂഹം നിങ്ങളുടെ കൂടെ ഒന്നായി ഉണ്ടാവും എന്നുള്ളത് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് വരുന്ന ആ ബുദ്ധിമുട്ടുകൾ ഇതിലൊന്നും നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ ബുദ്ധിമുട്ട് എന്നെ ഒന്ന് എഴുതി അറിയിക്കുക. ഇപ്പോൾ എഴുതി അറിയിക്കാൻ കാണിച്ച മനസ്സോടെ നിങ്ങളത് മാക്സിമം എല്ലാവരിലേക്കും എത്തിച്ച് നിങ്ങൾക്ക് വേണ്ട സഹായത്തിന് വേണ്ടിയിട്ട് ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്നുള്ള ഉറപ്പും നൽകിക്കൊണ്ട് നിർത്തട്ടെ.